എനിക്കിത് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടാകുന്ന ഒരു മെസ്സേജാണിത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പുള്ളിക്ക് ഓൾമോസ്റ്റ് ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ട്രേഡിങ്ങിൽ നിന്ന് നഷ്ടമായത്. പക്ഷേ പുള്ളി ട്രേഡിങ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസം ആയിട്ടേ ഉള്ളൂ. ഒരു മെൻറ്റർ ഏതൊരു മെൻറ്റർ പറഞ്ഞു കേട്ടിട്ട് പുള്ളി കുറച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് വന്നൊരു നഷ്ടമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ ഉള്ളൊരു കാര്യം ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒരു പുതിയതായിട്ട് ട്രേഡിങ്ങിലോട്ട് വന്ന ഒരാൾക്ക് എത്ര ക്യാപിറ്റലാണ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഇടേണ്ടത് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല. ഒരുപാട് എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഒരു തറ കെട്ടിയിട്ടാണല്ലോ നമ്മൾ വീടിൻ്റെ മേൽക്കൂര പണിയുള്ളൂ. ആ ഒരു സെയിം കാര്യം ഇവിടെ. ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ആ ഒരു ട്രേഡിങ്ങിൽ നമ്മൾ ആദ്യം ക്യാപിറ്റലായിട്ട് ഇടുക. ദെൻ ആ ഒരു ക്യാപിറ്റലിനെ നമ്മൾ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കുക. അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്ത് ക്യാപിറ്റൽ നമ്മുടെ ഗ്രോ ആയി കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. അല്ലാണ്ട് തുടക്കം തന്നെ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാലും റിക്കവർ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമാണ് നമുക്ക് ഉള്ളൂ. സോ പിന്നെ അവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്യുവർ ഗ്യാമ്പിളിംഗ് ആണ്, ട്രേഡിംഗ് അല്ല. സോ നിങ്ങൾ എപ്പോഴും ഒരു ചെറിയൊരു എമൗണ്ട് ഇടുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക.